PSC കോഴ പരാതിയിലെ യുവനേതാവ് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിക്കൊരുങ്ങി CPM. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് പ്രമോദ് പണം കൈപ്പറ്റിയതിന് തെളിവുകൾ ലഭിച്ചു. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോട്ടോ എടുത്ത് പരാതിക്കാരിക്ക് അയച്ചു. ആരോഗ്യമന്ത്രിയുടെ PA എന്ന് പറഞ്ഞ് ഫോൺ ചെയ്തതിനും തെളിവുകൾ ലഭിച്ചു. വിവരങ്ങളുമായി CK വിജയൻ ചേരുന്നു. CK വിജയൻ, ഗുഡ് മോർണിംഗ്. വിജയേട്ടാ, ഞാനിതിലൊന്നും പങ്കാളിയല്ല, എൻ്റെ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരാളാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം കൂടി പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരാൾക്കെതിരെ പാർട്ടി എന്തുകൊണ്ട് ഇപ്പോൾ നടപടിയെടുക്കണം? അവിടെയാണ് ചോദ്യം. അത് പ്രമോദ് കോട്ടൂളി അത്തരത്തിൽ വളരെ വിശദമായ ഫേസ്ബുക്ക് കുറിപ്പും അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇത്തരത്തിൽ ഒരു പരാതി പോലും ഇല്ല എന്നായിരുന്നു ഇതുവരെ പറഞ്ഞതെങ്കിൽ അതിന് ഘടകവിരുദ്ധമായി ഇപ്പോൾ പ്രമോദ് കോട്ടൂളിക്ക് ഈ കോഴ കേസിൽ ഉള്ള ബന്ധം വ്യക്തമാക്കുന്ന 3 പ്രധാനപ്പെട്ട തെളിവുകൾ ഇപ്പോൾ CPM നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ തെളിവ് ഈ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഒരു സെൽഫി എടുത്ത്, ഒരു ഫോട്ടോ എടുത്ത്, തന്റെ ബന്ധം വ്യക്തമാകുന്ന ഫോട്ടോ എടുത്ത് അത് ഈ പരാതിക്കാർക്ക് അയച്ചു കൊടുത്തു എന്നുള്ളതാണ്. അതായത് പരാതിക്കാരിയുടെ ഭർത്താവും പരാതിക്കാരിക്കും അയച്ചു കൊടുത്തു. രണ്ടാമത്തേത് ഈ കോഴ സംബന്ധിച്ചുള്ള സംസാരം നടന്നതിന് തെളിവ്, അതായത് പ്രമോദ് കോട്ടൂളിയും ഈ പരാതിക്കാരിയും തമ്മിൽ നിരന്തരം നടന്ന സംഭാഷണത്തിന്റെ, ടെലിഫോൺ സംഭാഷണത്തിന്റെ തെളിവ്, അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഈ ആരോഗ്യമന്ത്രിയുടെ PA ആണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹം പലരെയും വിളിച്ചിട്ടുണ്ട്, ഇതിനു മുൻപും വിളിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരെയും വിളിച്ചിട്ടുണ്ട്. അങ്ങനെ 3 വ്യക്തമായ തെളിവുകളാണ് ഇപ്പോൾ പാർട്ടിക്ക് മുന്നിൽ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടി എന്ത് തന്നെയായാലും വരും എന്ന്. കഴിഞ്ഞ ദിവസം ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഈ കാര്യം വളരെ വിശദമായി സംസാരിച്ചു. അവിടെയും പ്രമോദ് കോട്ടൂളി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനു പുറമെ ഇന്നലെ അദ്ദേഹം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നും ഈ തെളിവുകൾ, ഈ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അവിടെ ഇത്തരത്തിൽ ഒരു 3 തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന സൂചന പ്രമോദ് കോട്ടൂളിക്ക് മുന്നിൽ CPM നേതൃത്വം വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അന്വേഷണം വളരെ ഗംഭീരമായി നടക്കുന്നു. അതിന്റെ ഭാഗമായി ഇപ്പോൾ പ്രമോദ് കോട്ടൂളിക്കെതിരെയുള്ള 3 പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിക്കുകയും ചെയ്തു. ഇനി പ്രമോദ് കോട്ടൂളിക്ക് എന്ത് പറയാനുണ്ട് എന്നുള്ളതായിരിക്കും CPM നോക്കുക. അത് കഴിഞ്ഞാൽ 13-ാം തീയതി ആവുമ്പോഴേക്കും DC ചേരും, ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് തീരുമാനമെടുക്കുകയും ചെയ്യും. വിജയേട്ടാ, അപ്പോൾ മറ്റൊരു കാര്യം, അതായത് ഇതിൽ ഉന്നത CPM നേതാക്കളുടെ പങ്കുണ്ട്. അവരുടെ ഒത്താശയോടെയും സഹായത്തോടെയുമാണ് ഇത്തരത്തിലൊരു നടപടി ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ കൈക്കൂലി വാങ്ങിയത് എന്നൊരു ആരോപണം തുടക്കം മുതലേ ഉണ്ട്. സ്വാഭാവികമായും പ്രമോദ് കോട്ടൂളിക്കെതിരെ ഇത്തരത്തിൽ പാർട്ടി ഒരു നടപടി എടുക്കുമ്പോൾ ഈ ഉന്നതരിലേക്കും നടപടി എത്തേണ്ടതില്ലേ? സ്വാഭാവികമായും അടുത്ത സ്റ്റെപ്പ് അത് തന്നെ ആയിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഈ അച്ചടക്ക നടപടി പൂർണ്ണമായും പ്രമോദ് കോട്ടൂളിയിൽ അവസാനിക്കില്ല എന്ന സൂചനയും ഉണ്ട്. കാരണം സംസ്ഥാന സമിതി ഈ ജില്ലാ കമ്മിറ്റിയുടെ നടപടിയിൽ സംസ്ഥാന കമ്മിറ്റി അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലൊരു ഗൗരവമേറിയ പരാതി ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിലല്ല കൈകാര്യം ചെയ്തത് എന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ജില്ലാ കമ്മിറ്റിയോടുള്ള അതൃപ്തി. അതുകൊണ്ട് ഈ മുതിർന്ന 2 നേതാക്കളുടെ പേരുകളാണ് ഇതുമായി ചേർത്ത് പറയുന്നത്. അത് സംബന്ധിച്ച തീരുമാനം പക്ഷേ സംസ്ഥാന സമിതിയായിരിക്കും കൈക്കൊള്ളുക.